എന്താ അണ്ണൻ വേഗം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരാൻ പറഞ്ഞത്? ക്ലൂ കൊടുത്താലേ എന്തെങ്കിലും വലുതായിട്ട് കിട്ടുമെന്നേ. റിട്ടേൺ ഫ്ലൈറ്റിലായിരിക്കുമല്ലോ. പിന്നെ ഫസ്റ്റ് ക്ലാസ് അല്ലേ ചേട്ടാ, ചക്രവാടി ചേട്ടാ, ഇതെന്നെ വെപ്പുമുടി സാരിയൊക്കെ എന്ത് പറ്റി ചേട്ടത്? ചേട്ടാ ചേട്ടാ, എന്ത് ചേട്ടാ ഇത്? ചേട്ടാ, അയ്യോ അയ്യോ, പറ ചേട്ടാ, കാര്യം പറ. മരുമോനെ, ചീറ്റപ്പനെ കൂട്ടിക്കൊണ്ടോ? ശരി അച്ഛാ. എന്താ സ്വാതി, വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരിക്കുന്നത്? മലേഷ്യയിലുള്ള മുത്തച്ഛനും മുത്തശ്ശിയും വന്നിട്ടുണ്ട്. അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റാത്തോണ്ട് വാസുവിനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. ഞാൻ എങ്ങനെയാ? വെറുതെ താഴെ വരെ വന്നൊരു ഹലോ പറഞ്ഞിട്ട് പോയാ മതി. കേരളത്തിൽ എവിടെ നോക്കിയാലും ഇംഗ്ലീഷിലാണ് പേരെഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മലേഷ്യയിലാണല്ലോ എല്ലാ കടകളിലും മലയാളത്തിലും പേരെഴുതി വെക്കും. താങ്കൾ ഡി പുരുഷോത്തമൻ. ഞങ്ങൾ എല്ലാവരും മലേഷ്യ സെറ്റിൽഡാ. ഡെലിഗേറ്റ് കോൺഫറൻസിന് വേണ്ടി ഡൽഹിയിൽ വന്നതാ. ഹലോ മിസ്റ്റർ വാസുദേവൻ, ഹൗ ആർ യു? യങ്സ്റ്റർ, നല്ല സെലക്ഷൻ. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, ഇരിക്കൂ ഇരിക്കൂ. ഇന്നാ മരുമോനെ, ഇത് വേഗം സാദിയുടെ കയ്യിലോട്ടൊന്നിട്ടേ. മോതിരം ഇട്ട് കഴിഞ്ഞാൽ പാതി കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാ. ഇതങ്ങോട്ട് പിടിച്ചേ. ഇടുമോനെ. സാദി കം. അവര് പറയുന്ന കേക്ക്. നിശ്ചയം കഴിഞ്ഞല്ലേ നിങ്ങളുടെ? പറ്റില്ല അമ്മേ. എന്തിനാണ് നിന്ന് പരിങ്ങുന്നത്? എല്ലാരും നോക്കിയിരിക്കല്ലേ, ഇട്ട് കൊടുക്ക്. എന്നെ കൊണ്ട് പറ്റില്ല. എന്താ വാസു ഇങ്ങനെ പറയുന്നത്? ഞാൻ വാസുവല്ല. കാണാതെ പോയ അമ്മയുടെ മകൻ വേലുവാ. കാണാതെ പോയ അമ്മയുടെ മകൻ വേലുവാണ്. സ്നേഹം തന്ന സ്വന്തമെല്ലാം പിരിയും നേരമോ, സ്വന്ത ബന്ധം വേർപ്പെടുമോ, കർമ്മഫലം മായുമോ, പാതയോരം നീളുകയോ, കാത്തു നിൽക്കാൻ ആരുമില്ലേ, വീടിനൊരു കാവലല്ലേ, ഏറെക്കാലം സ്നേഹിച്ചില്ലേ, കൺമണി പോൽ കാത്തതല്ലേ, കാലിടറിയില്ലേ, പച്ചക്കതിർ കൊയ്തതുപോലെ പാടമായില്ലേ, സ്വന്തം അമ്മയ്ക്കും പുത്രസ്നേഹം മറന്നു പോകയോ, ഇനി എന്നു വരും തിരികെ എന്നു വരും നീ. ഇങ്ങോട്ട് നോക്കു സാദി, രാവിലെ ഞങ്ങളുടെ കൂടെ മലേഷ്യക്ക് വരണം. 2 മാസം താമസിക്കുന്നു, എല്ലാം മറക്കുന്നു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് മോനെ. നീ കരയണ്ട. വേലു അമ്മയുടെ അടുത്ത് സത്യം പറഞ്ഞു തന്നെ വലിയ രാവിലെ തന്നെ മുത്തച്ഛൻ എന്നെ മലേഷ്യയിലേക്ക് കൊണ്ടുപോവാ. നീ അവിടെ ഉണ്ടെങ്കിലല്ലേ കൂട്ടിക്കൊണ്ടു പോകുള്ളൂ. നീ വേഗം പുറപ്പെട്ട് മഞ്ചേരിക്ക് വാ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശാന്തി, നീ ഉറങ്ങിയില്ലേ? വേണുചേട്ടൻ കത്തി പിടിക്കുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. അതുപോലെ വേറെ ആർക്കും പിടിക്കാൻ സാധിക്കില്ല. അതെ, അതൊന്ന് എടുത്തേ. മതിയോ? ഈ രക്തത്തിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിച്ച ഉപ്പുണ്ട്. ഉണ്ട വീടിന് ഞാൻ ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. ഞാൻ വാസുവാ. വയസ്സായ ആൾക്കാരാണല്ലോ. സിസ്റ്റർ റേഞ്ചിൽ ആരെയും കാണുന്നില്ലല്ലോ. ഹേയ് സ്വാതി, സുഖമാണോ? ഏട്ടത്തി നല്ല സുന്ദരിയാണ്. വാസുചേട്ടന് പറ്റിയ പെണ്ണ. നീയാണോ ശാന്തി? അതെ അതെ. സുട്ടും വിഴിച്ചുടരേ, സുട്ടും വിഴിച്ചുടരേ, എന്നൂലകം ഉന്നെ സുற்று. ശാന്തി, ഏതായി കുതിരവാലൻ? എന്റെ ഫ്രണ്ട്. ഹായ്, നിന്റെ പേരെന്താ? പേര് പറഞ്ഞ ജാതി എന്നാണ് പറഞ്ഞത്. അയ്യോ, ജാതിയല്ല ചേട്ടാ, സ്വാതി. ഞങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ് വരെ മഞ്ചേരിയിൽ ഒന്നിച്ചാ പഠിച്ചത്. മഞ്ചേരിയിൽ എവിടെ പഠിച്ചേ? മഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ. അതെവിടെയാ? മഞ്ചേരിയില്. എന്താ കളിയാക്കണോ? 7 സ്വാതി എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അറിയും. എന്ത് കാര്യത്തിന് വന്ന മോളെ? STVയിൽ നിന്ന് നാട്ടുപച്ച എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓഹോ. ശാന്തി, നിനക്കൊരു ചേട്ടനുള്ളതായി പറഞ്ഞിട്ടില്ലേ? അതെ, വേലുചേട്ടൻ.
ചേട്ടാ ഇതെന്റെ ഫ്രണ്ട് സ്വാതിയാ. ഹലോ. നമസ്കാരം. ഇത് ഗ്രാമമാ. നിങ്ങളെ സ്റ്റൈലൊന്നും ഇവിടെ ചെലവാവില്ല. ഫേസ് കട്ടില് വീഴുമെന്ന് വിചാരിച്ച നോസ് കട്ട് കൊടുക്കുന്നു. ചേട്ടാ പോകുന്ന വഴിയില് ഞങ്ങൾ അമ്പലത്തിന്റെ അവിടേക്ക് ഒന്ന് ഇറക്കി വിടുവോ? ഇതുപോലെ പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ടൊന്നും ഗ്രാമത്തിൽ കൂടെ നടക്കാനാവില്ല. നിന്റെ ഹാഫ് സാരി എടുത്തു കൊടുക്ക, അതെടുത്തോണ്ട് വരട്ടെ. ശാന്തി, ഇത് വാസു തന്നെയല്ലേ? അതെ, നന്നായിട്ട് അഭിനയിക്കുക. അഭിനയാണോ? ശരി ശരി, ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കുവന്നോ? വന്ന് അന്ന് തന്നെ നീ കാണിക്കാൻ പോവാന്നോ? എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സ്വാതി, ഹേ സ്വാതി, നിക്കേ, ഒന്ന് നിക്കേ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരി. മൊഞ്ചത്തി പെണ്ണേ, ഈ അവിടെ നിക്കന്ന് ഞമ്മളൊന്ന് കണ്ടോട്ടെ. ഈ ഹാഫ് സാരിയിൽ അന്നെ കാണാൻ എന്ത് മൊഞ്ചാണെന്നറിയോ? ചേച്ചിക്ക് ഇഷ്ടമുള്ള കറിയെ കുറിച്ച് പറയേ. ഇത് TV വരുമോ ചേച്ചി? തീർച്ചയായും വരും. എന്റെ കെട്ടിയോന് ഇഷ്ടപ്പെട്ടത് മീൻകറിയാ. മീൻകറി വെക്കുമ്പോ മസാല കൈകൊണ്ട് അരച്ചേ വെക്കാവൂ. കടയിൽ നിന്ന് വാങ്ങുന്ന പൗഡർ ഒന്നും അതിനകത്ത് ഇടരുത്. എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിനേ ഇടാവൂ. ഇളക്കുമ്പോ 2 പച്ചമുളക് ഇട്ടാ വളരെ നന്നായിരിക്കും കേട്ടാ. എന്താ? ഇങ്ങോട്ട് വാ. ഇവിടെ എല്ലാരും ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ആർക്കാ മോനെ ഫോൺ ചെയ്യുന്നേ? STD. ഏത് രാജ്യത്തേക്ക്? മഞ്ചേരി. മഞ്ചേരിയിലെ പുത്തമ്പറമ്പ്. പുത്തമ്പറമ്പിലെ മേലത്തെരുവ്. മേലത്തെരുവിലെ താഴെടുത്ത്. താഴെടുത്ത്. എന്താ ഇത്? നീ പറഞ്ഞ അഡ്രസ് ഈ വീടല്ലേ? ആര് പറഞ്ഞു അല്ലെന്ന്? അപ്പൊ ആർക്കാ നീ ഫോൺ ചെയ്തേ? ഈ പെണ്ണിനാ. എടാ ദ്രോഹി, ഒരു മുറിക്കകത്തിരുന്നാന്നോ ഫോണ്? വിളിച്ചങ്ങോട്ട് മാറ്റി നിർത്തി സംസാരിക്കരുതോ? സ്വാതി, ഒരു പ്രധാന കാര്യം. ചക്രപാണിയുടെ വീട്ടിൽ പോയി അയാളുടെ ഭാര്യ ഇന്റർവ്യൂ ചെയ്യണം. നിന്റെ STV ടീമിനെയും കൂട്ടി കുട്ടാ. താൻ ഇവരെയും കൊണ്ട് പോകണം. ഇങ്ങോട്ട് നോക്ക. അങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്റെ ജീവൻ കളയാനല്ലേ നീ നോക്കുന്നത്? വേണ്ട. വാ ചേട്ടാ, ഇദ്ദേഹം ഉണ്ടല്ലോ. അവൻ കാണും, പക്ഷെ ഞാൻ കാണത്തില്ല അവിടെ. ധൈര്യമായിട്ട് പോ. ധൈര്യമുള്ളവരൊക്കെ ഇവിടെ തന്നെ നിന്നു. ധൈര്യം ഇല്ലാത്ത എന്നോട് ധൈര്യമാ പോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടേക്ക്. ശരി, അയാൾ ഇല്ലാതെ നേരം നോക്കി പോ. അവൻ ഇല്ലെന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാം? അയാളോട് ഫോൺ ചെയ്ത് ഈ പറഞ്ഞ ശരി. എന്താ പറഞ്ഞേ? അവനോട് ഫോൺ ചെയ്ത് ചോദിക്കാനോ? എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ TV-യിൽ എപ്പോ കാണാൻ പറ്റും? നമസ്കാരം, എന്റെ പേര് ആനന്ദക്കുട്ടൻ. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നാട്ടുവാർത്ത എന്ന പ്രോഗ്രാമിലാ വരുന്നേ. ഇവിടെ ഇന്റർവ്യൂ കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അവന്മാര് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. ഒന്ന് പെട്ടെന്ന് തീർക്കണേ. പുഴയോരത്ത് കുറച്ച് ജോലിയുണ്ട്. ആരംഭിക്കാം. ഇത് ചക്രവാണിയുടെ ഫാമിലി ഫയൽ. 17 വയസ്സുള്ള ഒരു പെങ്കൊച്ചുണ്ട്, 14 വയസ്സുള്ള ഒരു പയ്യനും ഉണ്ട്. രണ്ടുപേരും കൊടൈക്കനാലിലാണ് പഠിക്കുന്നത്. അവന്റെ മെയിൻ ഇൻകം SK എഞ്ചിനീയറിംഗ് കോളേജ്. വർഷത്തിൽ 300 അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതുമൂലം ഡൊണേഷൻ ഫീസ് അത് ഇത് എന്ന് പറഞ്ഞ് വർഷത്തിൽ 6-7 കോടി രൂപ വരുന്നുണ്ട്. ഇത് ചക്രപാണി കഴിഞ്ഞ് 3 ദിവസങ്ങളായി ആരെയൊക്കെ കാണാൻ പോയി എന്നുള്ളതിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും. ഇതിൽ അവന്റെ പ്രോപ്പർട്ടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് വെച്ച് അവന് ലാൻഡ് സീലിംഗ് ആക്ടിൽ കൊടുക്കാലോ. 100% വാസു. മറ്റൊരു പ്രധാന കാര്യം, ചക്രപാണി ഒരു വലിയ കുറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് തെളിവൊന്നുമില്ല. അവന്റെ വീടിനുള്ളിൽ പോയി ആ തെളിവെടുക്കാൻ ഞാൻ ആളയച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചക്രപാണിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനേ ആവില്ല. എനിവേ, ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമുക്ക് ഇന്നെ ഓപ്പറേഷൻ ആരംഭിക്കാമല്ലോ അല്ലേ?